സിബിൽ നിരോധിക്കണമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ വിഷയം എടുക്കുന്ന സമയത്ത് സാധാരണക്കാരിൽ കുറേ മനുഷ്യർക്ക് ഇത് അറിയാത്തതും കുറേ മനുഷ്യർ ഇത് എന്ത് ചെയ്യണമെന്നറിയാത്ത മനുഷ്യരും ചിലർ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ളതും നിരാശയോടുകൂടി പോന്നിട്ടുള്ളതൊന്നുമാണ് സിബിൽ. നമ്മളിന്ന് ധൈര്യപൂർവ്വം മറ്റൊരു ചാനലും ഒരു മാധ്യമവും ഏറ്റെടുക്കാത്ത തരത്തിൽ ഒരു ദിവസം മുഴുവൻ നമ്മളിന്ന് സിബിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ആൻറ്റോ അഗസ്റ്റിനാണ് ഈ വിഷയം തന്നെ എടുക്കണം എന്ന് നിർബന്ധം പിടിച്ചതും. ഇന്നിപ്പോൾ ഈ വരുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മുടെ ക്യാമ്പയിൻ ഫലം കണ്ടു എന്ന് തോന്നുന്നില്ലേ? നിരോധിക്കണമോ സിബിൽ? അരുൺ സാറേ, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഒരു വീട്ടിലെ ഒരാളെങ്കിലും ഇതിന് ഇരയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതാരാണ് നമ്മുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്, ആരാണ് ഇതിന് അധികാരം കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ പാവങ്ങളോട് ബാങ്കുകൾ ചെയ്യുന്ന കൊടും ചതിയാണ് ഇത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താണ് അവസ്ഥ? ഒരു കുട്ടി ഒരു ഡിഗ്രി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിദ്യാഭ്യാസ ലോണിന് പോവുകയാണ്. വിദ്യാഭ്യാസ ലോണിന് പോകുമ്പോൾ വിദ്യാഭ്യാസ ലോൺ എങ്ങനെയാണ് കൊടുക്കുന്നത്? വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടി തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വർഷം മൊറട്ടോറിയം? 2 വർഷമോ 3 വർഷമോ എത്രയാണോ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ കാലാവധി, അത് കഴിഞ്ഞുള്ള ശേഷമുള്ളതാണ് മൊറട്ടോറിയം. അതോടുകൂടി കഴിയുകയാണ്. 3 വർഷത്തോടുകൂടി 2 വർഷത്തോടുകൂടി മൊറട്ടോറിയം കഴിയുകയാണ്. ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറണം, ഇൻ്റർവ്യൂവിന് പോകണം, ജോലി കിട്ടണം എന്നുള്ളതാണ്. സാധാരണക്കാരായ പാവങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസം നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ലോൺ എടുത്ത് പഠിക്കുന്ന ആളാണ്. 80% വിദ്യാർത്ഥികളും ലോൺ എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണ്. സാധാരണക്കാരായ ഞാനീ പറയുന്നത്. അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്താണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിക്കേ. 3 മാസം ജോലി കിട്ടിയില്ലെങ്കിൽ അവൻ ഡിഫാൾട്ടറായി. അതോടുകൂടി അവൻ്റെ ലൈഫ് തീർന്നു എന്നുള്ളതാണ്. അവന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവന് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വാഹനം മേടിക്കാൻ പറ്റുന്നില്ല, അവനൊരു ഫ്ലാറ്റ് മേടിക്കാൻ പറ്റുന്നില്ല, അവനൊരു വീട് മേടിക്കാൻ പറ്റുന്നില്ല. എന്നോട് ഇന്നലെ ഞാനിത് കഴിഞ്ഞ ആഴ്ച നിർബന്ധം പിടിച്ച സമയത്ത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ബാങ്ക് ജീവനക്കാരിയാണ്. അവരോട് ഞാൻ ചോദിച്ചു. അവർ പറയാണ് അവർ ഹസ്ബൻഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, ഇവരും ബാങ്ക് ജീവനക്കാരിയാണ്. അപ്പോൾ ഈ പെണ്ണ് കാണാൻ വന്നതിന് ശേഷം ഇവരോട് ചോദിക്കുകയാണെന്ന്, 630 ഉള്ളൂ ഇല്ലേ സിവിൽ സ്കോറിന്? ഞാൻ പറയാം, കല്യാണം കഴിക്കണമെങ്കിൽ സിവിൽ സ്കോർ വേണ്ട നാടായി കേരളം മാറി എന്നുള്ള, ഇന്ത്യ മാറി എന്നുള്ളതാണ്. കല്യാണം കഴിക്കണമെങ്കിലേ പെണ്ണ് കാണാൻ വരുന്ന പയ്യൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ സിവിൽ സ്കോർ എടുത്ത് നോക്കിയിരിക്കുകയാണ്. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എവിടെയാണ് ഈ നാട് പോയി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ കഷ്ടമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊലച്ചതിയാണ് ബാങ്കുകൾ ചെയ്തത്. കൊലച്ചതി എന്നാണ് ഞാൻ പറയുക. എനിക്കൊരു പ്രശ്നം പറ്റി. ഞാൻ ബിസിനസ് ആയിരുന്നു. കോവിഡിൽ എത്രയോ ആൾക്കാർ ബിസിനസ് ആയിരുന്നു ഇല്ലേ? കേരളത്തിൽ ഇന്ത്യയിൽ എത്രയോ ആൾക്കാർ ബിസിനസ് ആയിരുന്നു. ഇവർക്കൊന്നും ഈ നാട്ടിൽ ബിസിനസ് ചെയ്യണ്ടേ? ഇവർക്കൊന്നും ഈ നാട്ടിൽ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചല്ലോ. മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടെ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ. സിവിൽ സ്കോറും ആ മൊറട്ടോറിയത്തിൻ്റെ ഭാഗമായി പെടുത്തണ്ടായിരുന്നോ? പെടുത്തിയില്ല. ആരാണ് ഈ ഉത്തരവാദി? ഇതിൻ്റെ ഉത്തരവാദി സർക്കാരല്ലേ? കേരളത്തിലെ 140 MLA-മാരുണ്ടല്ലോ, 20 MP-മാരുണ്ടല്ലോ, 4-5 രാജ്യസഭ MP-മാരുണ്ടല്ലോ. ഒരാൾ ഈ വിഷയം ഉന്നയിച്ചോ? ഒരാൾ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കണമെന്നേ. കേരള നിയമസഭ പ്രമേയം ജനങ്ങളുടെ കൂടെ വെക്കണം. നമ്മൾ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, രാഷ്ട്രീയ പൊതുപൊത്ത തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. പ്രമേയം മാത്രം ജനങ്ങളുടെ കൂടെ നിൽക്കണം. ഇവർ വോട്ട് ചോദിച്ചിരുന്ന വീടുകളിൽ മുഴുവൻ ഈ പ്രശ്നമുണ്ടെന്നേ. എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ടല്ലോ ആൾക്കാരെ, വേറെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു ലോൺ വേണം. എനിക്ക് 3 ബാങ്കുകളോ 4 ബാങ്കുകളോ സമീപിച്ചാൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഒരു ഹോം ലോൺ വേണം. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 8%, യൂണിയൻ ബാങ്കിൽ 9%, അല്ലെങ്കിൽ SBIയിൽ 7%, അല്ലെങ്കിൽ ICICIയിൽ 8% എന്ന് വെച്ചാൽ ഇതിനെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ICICI കൊടുത്തു, SBI കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബാങ്കിലേക്ക് ചിലപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ മറ്റൊരിടത്ത് സമീപിച്ചില്ലേ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടിയില്ല എന്നുള്ള ഉത്തരം ഇവിടെ പറയണം. മനസ്സിലായോ? നമുക്കൊരു ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ല. ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ? ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ ഭരണാധികാരി, ഞാൻ പറയുന്നതറിയോ, ഈ സമയം വരെ ഇതൊരു വലിയ സംഘടിത ശക്തിയാണ്. ഈ വലിയ സംഘടിത ശക്തി എന്ന് പറയുന്നതറിയോ, കോർപ്പറേറ്റുകളെ കൈകാര്യം ചെയ്യുന്ന വലിയ സംഘടിത ശക്തി. വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളൊരു ബാങ്കിലൊരു ലോണിന് വേണ്ടി പോയി നമ്മൾ സിബിൽ സ്കോർ എടുത്തു. അപ്പോൾ പറയുകയാണ്, 650 സിബിൽ സ്കോർ ഉള്ളൂ, നിങ്ങൾക്ക് ലോൺ തരാൻ തയ്യാറല്ല നമ്മൾ ലോണിൽ നിന്ന് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഈ മുത്തൂറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ സാധാരണ സ്ഥാപനത്തിൽ വിളിക്കും. നിങ്ങൾക്ക് ലോൺ വേണോ? ഞങ്ങൾ തരാം. എത്ര പലിശ? 32%. ഇവിടെ എത്ര പലിശ? 8%. ഈ 32% 5% കമ്മീഷൻ ഈ ഉദ്യോഗസ്ഥൻ മേടിക്കും. ഏത് ഉദ്യോഗസ്ഥൻ? മെയിൻ ഓഫീസിലെ ഈ ഉദ്യോഗസ്ഥനാണ് ഞാൻ പറയുന്നത്. ഈ 32% നിവൃത്തിയില്ല അവൻ്റെ മുന്നിൽ അങ്ങനെയാണ്. അവർ വണ്ടി മേടിക്കണം, അവർ വീട് പണിയണം, അവർ ചികിത്സിക്കണം, അവന് മരുന്ന് മേടിക്കണം, ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. നിവൃത്തിയില്ലാതെ 32% പോയി മേടിക്കും, അല്ലെങ്കിൽ 30%, 18%. 18% താഴെ ഒരു സ്വകാര്യ NBFC-കളില്ലാന്ന്. 18% താഴെ കൊടുക്കുന്ന ഒരു സ്ഥാപനമില്ല. സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 30-32%. ഇത് മാത്രമോ? ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അണ്ണന്മാർ ലോണും കൊണ്ടുവരുമല്ലോ.
ഇവർക്കും അവരുടെ അടുത്ത് പോയി മേടിക്കുകയാണ്. എന്നിട്ട് എന്താണ് അവസാനം ഈ പറയുന്ന കയറിൻ്റെ വില തൂങ്ങുന്നത് നമ്മൾ വാർത്തയായിട്ട് കൊടുക്കുകയാണ് അല്ലേ? എത്ര ആൾക്ക് ഒരു ദിവസം ഒരാളില്ലേ, ഒരു ദിവസം ഒരാൾ ഈ പറയുന്ന ബാങ്കിൻ്റെ അനീതിയിൽ മേലെ ലോണ് കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവൻ മരിക്കുകയാണ്. വേറൊരു ഉദാഹരണം പറയാം. നമുക്കെന്താണ്, നമ്മളൊരു ലോൺ എടുത്തു, ഞാൻ മാത്രം ചെന്നാൽ തരുമല്ലോ, ഞാൻ ഒരു ഗ്യാരണ്ടി കൊടുക്കണം. ഇപ്പം എനിക്ക് ലോൺ വേണം, ഞാൻ ജിമ്മി സാറോട് പറയാം, ജിമ്മി സാറേ എനിക്കൊന്ന് നിങ്ങൾ ഗ്യാരണ്ടി നിന്ന് തരുമെന്ന് പറയും. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല, ജിമ്മി സാർ കുടുങ്ങി, ജിമ്മി സാറിൻ്റെ സിബിൽ സ്കോർ പോയി, പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു കച്ചവടം നടത്തുന്ന സ്ഥാപനത്തിലുള്ള ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ 2-3 കമ്പനി ഉണ്ടാവും. 2-3 കമ്പനിക്ക് 3-4 എൻക്വയറി കൊടുക്കും. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചോദിക്കും, അവർക്ക് കൊടുക്കും, മറ്റോടത്ത് കൊടുക്കും. കൊടുത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അവൻ പറയുന്നത് എന്താണെന്നറിയോ, ഇവർ ഇതൊന്നും നോക്കുന്നില്ല, എൻ്റെ ഇൻഡിവിജ്വൽ മാത്രം നോക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരുടെ ഇൻഡിവിജ്വൽ മാത്രം നോക്കും. അവൻ എത്ര കമ്പനി ഉണ്ടെന്നൊന്നും നോക്കില്ല. അവൻ നോക്കുമ്പോൾ 4 കമ്പനിക്ക് വേണ്ടി 4 എൻക്വയറി നടത്തിയിട്ടുണ്ടാവും, 5 എൻക്വയറി നടത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറയ്ക്കുകയാണ്. ഒരു മാനദണ്ഡവും ഇല്ലാതെ എന്താണ് ധനകാര്യ സ്ഥാപനം. ഞാൻ പറയുന്നത് ഈ നമ്മുടെ RBI എന്ത് ചെയ്താലും നമുക്ക് തെറ്റല്ല കേട്ടോ. RBI തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റല്ല, കേന്ദ്ര സർക്കാർ തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റല്ല, അതായത് പട്ടാളം തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റല്ല. എന്തുകൊണ്ടാണ് തെറ്റല്ല? അവിടെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ ഭരണ സംവിധാനം വിചാരിച്ചിരിക്കുകയാണ്. RBIക്ക് എന്ത് ചെയ്യാം, RBIക്ക് എന്ത് ചെയ്യുക? RBI ആർക്കാണ് കൊടുക്കുന്നത്? ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി നിയമം പാസ്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കാതെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വേറെ ഒരാൾക്ക് കൊടുക്കുകയാണ്, നമ്മളോട് ചോദിക്കാതെ നമ്മുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ വേറെ ഒരാൾക്ക് കൊടുക്കുകയാണ്, നമ്മളോട് ചോദിക്കാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വേറെ ഒരാൾക്ക് നോക്കുകയാണ്. ഇവരൊന്നും നമ്മുടെ ഡോക്യുമെൻ്റ് നോക്കിയല്ല, അസറ്റ് നോക്കിയിട്ടാണല്ലോ ലോൺ തരുന്നത്. ഞാനൊരു 10 ലക്ഷത്തിന് വേണ്ടി ലോൺ ചെന്നു, നമ്മുടെ ആധാരം, അടിയാധാരം, അതിൻ്റെ ഒരു വാല്യുവേഷൻ, അതിന് 3 ഇരട്ടി വാല്യുവേഷൻ ഉണ്ടോ എന്ന് നോക്കി, ഇതെല്ലാം കൂടി കഴിഞ്ഞ് ഇതിൻ്റെ മുഴുവൻ ഡോക്യുമെൻ്റ് അവിടെ കൊടുത്തിട്ട് അതെല്ലാം കഴിച്ചിട്ടാണ് നമുക്ക് ഈ ലോൺ തരുന്നത്. പിന്നെ എന്തിനാ ഇത് പിന്നെ എന്തിനാ ഇത്? നമ്മൾ ഇനി സിബിൽ സ്കോർ നോക്കി നമ്മൾ തെറ്റിച്ചു. നമ്മൾ സിബിൽ സ്കോർ നല്ല ഒരു എത്രയാണ്, ഒരു 900 അല്ല 850 സിബിൽ സ്കോറുള്ള ഒരാൾ ഗുഡാണ് അല്ലെങ്കിൽ എക്സലൻ്റ് ആണ് വെക്കുക. നമ്മൾ തെറ്റിച്ചു. നമുക്ക് ഈ ആധാരം എടുക്കാതിരിക്കുന്നില്ലല്ലോ, സിബിൽ സ്കോറിൽ പിടിക്കാമല്ലോ, നമ്മുടെ ആധാരത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലേ? അപ്പോൾ എന്തൊരു ഗതികേടാണ് ജനങ്ങളോട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതുപോലെയുള്ള ശക്തമായ നടപടി ഞാൻ എന്താ പറയുന്നത് അറിയോ, ഇതിനാകെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതെന്താണ്, ഇതൊരു പാർട്ടിയുടെ ഭാഗമല്ല, ഇതൊരു സൊസൈറ്റിയുടെ ഭാഗമല്ല. ജനങ്ങൾക്ക് ഒന്നിച്ചിറങ്ങാൻ പറ്റില്ല, ആരാ ഇറങ്ങുന്നതെന്ന് അറിയില്ല. ഇതിനൊരു നേതൃത്വം നയിക്കാൻ ഒരാളുടെ, ഞാൻ വിചാരിക്കുന്നത് ഇതൊരു നേതൃത്വം നയിക്കാൻ ഒരു പാർട്ടി ഇറങ്ങി തിരിച്ചാണ്ടല്ലോ, അവരെ പുറകിലാണ് ജനങ്ങളാണ് ഇറക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ശക്തമായ രീതിയിൽ പ്രതികരിക്കണം, ഇതിനേക്കാൾ കൂടുതൽ പ്രതികരിക്കണം. ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും ഇടപെടുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് റൈറ്റിങ്ങിൽ അടിയുണ്ടാക്കും എന്ന് പറയുന്ന കാലത്താണല്ലോ. അപ്പം ഈ സമയത്തൊക്കെ ഇതിനകത്ത് ഇടപെടുന്നതെന്നറിയോ, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ. അതിനകത്ത് വിജയം കണ്ടു എന്നാണ് ഞാൻ ഈ കാര്യത്തിലൂടെ വിശ്വസിക്കുന്നത്. താങ്ക് യു. Meet the editors.